നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. വീണ്ടും അവിടെ റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് പോകാൻ വേണ്ടി നിർത്തി കൊടുത്തു. അത് നമുക്കുള്ള ഫോർഫാർട്ട് തീർന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ബോർഡിൻ്റെ സൈൻ ബോർഡും അതുപോലെ തന്നെ ഗീവ് വേ സൈൻ ബോർഡ്. ഹായ് ഹലോ, ഇത് നമ്മുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കുറച്ച് ജർമ്മൻ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ പഠിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇനിയും ഈ വീഡിയോയിൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ തന്നെ റോഡിലെ കുറച്ച് സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കി ആ ഓടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാം. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോറ് തുറക്കുമ്പം എപ്പോഴും നമ്മുടെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് തുറക്കുക. അതായത് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടോ, അല്ലെ സൈക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഡ്രൈവിംഗ് തിയറി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനോ ആൻസറോ ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് ചില ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചില ആശാന്മാർ, നമ്മുടെ ലെയറർമാർ പറഞ്ഞു തരും നമുക്ക് ഇങ്ങനെ തുറക്കാവുള്ളൂ എന്ന്. പക്ഷെ അത് ചില സ്ഥലത്തൊക്കെ പറയത്തുള്ളൂ. ചില എക്സാമിനർമാരും ഇത് നോക്കും. പ്രത്യേകിച്ച് ഞാൻ പഠിച്ച സ്ഥലത്ത് എക്സാമിനർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആൾ എൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞെന്ന് എക്സാമിനർ ഇതൊക്കെ നോക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാനോർത്ത് ആദ്യം എന്നെ പേടിപ്പിക്കാനാണ്. പക്ഷേ പുള്ളി ചില മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ നോക്കുന്നുണ്ടായിരുന്നെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഈ രണ്ടാമത്തെ കാര്യം, നമ്മൾ നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ ഓപ്പോസിറ്റ് വരുന്ന ആൾ നമ്മളെ ലൈറ്റ് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ നീ അവിടെ നിൽക്കടാ, ഞാൻ പോയി കഴിഞ്ഞ് നീ പോയാൽ മതി എന്ന അർത്ഥത്തിലാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മളോട് കയറി പൊക്കോളാനുള്ള രീതിയിലാണ് ലൈറ്റ് ഇട്ട് കാണിക്കുന്നത്. നമ്മളങ്ങനെ കയറി പോയി കഴിഞ്ഞ് അവൻ്റെ അടുത്തെത്തുമ്പോൾ പുള്ളിക്കാരനൊരു താങ്ക്സ്, കൈയൊക്കെ പൊക്കി ഒരു താങ്ക്സും പറയണം. അതൊരു മര്യാദയാണ് ഇവിടുത്തെ. പിന്നെ നമ്മുടെ എക്സാമിനർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതാണെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ നമ്മുടെ ലെയറർ ഇതെല്ലാം നമുക്ക് ഓൾറെഡി പറഞ്ഞു തരും. അടുത്തത് മൂന്നാമത്തെ കാര്യം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എവിടെ നിർത്തിയിട്ട് വണ്ടി എടുത്താലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. വീണ്ടും അവിടുന്ന് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മളെ കൊണ്ട് പല സമയത്തും നമുക്ക് നിർത്തേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ് ഇതൊക്കെ ചെയ്യേണ്ടി വരും. എന്നിട്ടൊക്കെ വീണ്ടും വണ്ടി എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡെല്ലാം നോക്കിയേ വണ്ടി എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇപ്പോൾ മിസ്റ്റേക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സഡൻ ബ്രേക്ക് ഇടിയിപ്പിക്കും. സഡൻ ബ്രേക്ക് ഇടിയിപ്പിച്ചിട്ട് വീണ്ടും വണ്ടി എടുക്കുമ്പോൾ പലരും ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി എടുക്കും. സഡൻ ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ആണെങ്കിൽ പോലും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ പുറകിൽ വണ്ടി ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ, തലയൊന്ന് വെട്ടിച്ച് നോക്കിയിട്ട് മാത്രമേ വണ്ടി വീണ്ടും പോകാവുള്ളൂ മുമ്പോട്ട്. പിന്നെ നമ്മൾ റോഡിൽ കൂടെ മുമ്പോട്ടങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുമ്പിലായിട്ട് ഒരു വലിയ ബ്ലോക്ക് ഇങ്ങനെ കണ്ടു. ബ്ലോക്ക് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഹസാർഡ് ലൈറ്റ് ഓൺ ആക്കണം. എന്നാലേ നമ്മുടെ പുറകിൽ വരുന്നവർക്ക് അറിയത്തുള്ളൂ ബ്ലോക്ക് ഉണ്ട്, നമ്മൾ ചവിട്ടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കത്തുള്ളൂ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ രണ്ട് കൈയും സ്റ്റിയറിങ്ങെ കാണണം. ഈ ഒരു സംഭവത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ളത് എൻ്റെ ആശാൻ്റെ നിന്ന്, ഇവിടുത്തെ ആശാൻ്റെ നിന്ന്. കാരണം നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ഗിയറയിലോട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ താടിയയിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അതിന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ വണ്ടി ഓടിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നെറ്റിൽ. അപ്പം അതെനിക്കറിയാം. നീ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓടിച്ചോ, നിനക്ക് ഇവിടെ പാസ്സാകണമെന്നുണ്ടെങ്കിൽ നീ രണ്ട് കൈയും സ്റ്റിയറിങ്ങേ വേണമെന്ന് പുള്ളി കുറേ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് ആണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇങ്ങനെ മര്യാദയ്ക്ക് വന്നത്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക. അതായത് നമുക്ക് ഓരോ റോഡിനും ഓരോ സ്പീഡായിരിക്കുമല്ലോ, അപ്പോൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ കൂടെയുള്ള റോഡല്ല പോകുന്നത്, നമ്മളവിടെ 20-30 പോയി കഴിഞ്ഞാൽ പുറകിലുള്ള വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ പുറകിൽ ഒരു നിര വണ്ടി വരും. അന്നത്തേക്ക് അത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്താണ് പുള്ളി അതൊക്കെ നോട്ട് ചെയ്യും. അതുപോലെ തന്നെ 130-120 കിലോമീറ്റർ പോകുന്ന വഴിയാണ് നമ്മൾ 60-70 അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും തോപ്പിക്കും ഉറപ്പായിട്ടും. നമ്മൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക. 120 പോകുന്നിടത്ത് 120 തന്നെ പോകണമെന്ന് പറയത്തില്ല, എന്നാലും ഒരു 110, എന്താണെങ്കിലും 100-ന് മേളിൽ 110 ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകാൻ ശ്രമിക്കുക. നമ്മൾ മാനുവൽ ഗിയറുള്ള വണ്ടിയാണ് ഓടിക്കുന്നതെങ്കിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഗിയർ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ മറക്കരുത്. അതായത് നമ്മളിപ്പം സെക്കൻഡ് ഗിയറിലിട്ടിട്ട് 60-70 അല്ല 50 ഒക്കെ നല്ല ഇരപ്പിച്ചങ്ങ് പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും തോൽപ്പിക്കാൻ ചാൻസ് ഉണ്ട്. തോൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മിസ്റ്റേക്ക്, ഓരോ മിസ്റ്റേക്കിനും ഇത്ര പോയിന്റ് ഒക്കെ വെച്ചായിരിക്കും. ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ അതിന് എല്ലാം കൂടെ കൂട്ടിയും കുറച്ചൊക്കെ ആയിരിക്കും ഇവർ തോൽപ്പിക്കുന്നത്. പക്ഷേ ഒരു വലിയ മിസ്റ്റേക്ക്, ഇപ്പം ഒരു സ്റ്റോപ്പ് സൈൻ കണ്ടു നമ്മളൊന്നും നോക്കാതെ എടുത്തുകൊണ്ട് പോയി, അന്നേരം തോറ്റു.
പിന്നെ ഞാനിവിടെ നിന്ന് ഈ തള്ളുന്ന കേട്ടിട്ട് പാസ്സാകാൻ ഭയങ്കര പാടാണ് എന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്കാണ് ഇത് ഇങ്ങനെ തോന്നും. പക്ഷേ ലൈസൻസ് എടുത്ത് കഴിഞ്ഞവർക്കറിയാം ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇച്ചിരി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പാസ്സായി ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളോട് എക്സാമിൻ്റെ സമയത്ത് എക്സാമിനർ ആദ്യം വണ്ടിയൊക്കെ എറിയുന്ന കുറച്ച് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ, 2-3 ചോദ്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മളോട് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്നേ റൈറ്റിലോട്ട് പോകും, ലെഫ്റ്റിലോട്ട് പോലെ നേരെ പോകും, അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അപ്പം നമ്മളാണ് ആ സൈൻ ബോർഡ്, റോഡിലെ സൈൻ ബോർഡൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ റൗണ്ട് അബൌട്ട് ക്രൈസ്റ്റ് ഫക്കയറിൽ കയറി കഴിഞ്ഞാൽ നമ്മളോട് പറയുന്ന എസ്റ്റേ ഹൗസ് ഫാർട്ട്, സൈറ്റ് ഹൗസ് ഫാർട്ട്, ഏത് ഹൗസ് ഒന്നാമത്തെ ഇതിലൂടെ പുറത്തിറങ്ങുക അല്ലെ രണ്ടാമത്തെ ഹൗസ് ഫാർട്ടിലൂടെ പുറത്തിറങ്ങുക, അങ്ങനെ പുള്ളി പറയത്തുള്ളൂ. നമ്മൾ അത് നോക്കി പുറത്തിറങ്ങേണ്ടത് നമ്മളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓടിക്കുന്ന കൂടത്തിൽ തന്നെ നമ്മൾ ആ സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. അപ്പം നമുക്കിനി ഓടിക്കുന്ന കൂടത്തിൽ നോക്കാവേ. ശരി, ഇനി നമുക്ക് പുറത്തെയും അകത്തെയും മിററിലൊക്കെ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡിലോട്ട് തലയൊക്കെ വെട്ടിച്ചൊന്ന് നോക്കി വണ്ടി പതുക്കെ മൂവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സൈൻ ബോർഡ് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു സൈൻ കണ്ടു കഴിഞ്ഞാൽ റൈറ്റ് ബിഫോർ ലെഫ്റ്റ് എന്ന റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ലെഫ്റ്റിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് അവിടെ നിർത്തി തന്നോളൂ അവർ. നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിലോട്ട് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കയറി വന്ന റോഡ് പോക്കറ്റ് റോഡും ഈ റോഡ് മെയിൻ റോഡുമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ സൈൻ ബോർഡ് അനുസരിച്ചാണ് ഓടിക്കേണ്ടത്. സൈൻ ബോർഡ് അനുസരിച്ച് അവിടെ റൈറ്റ് ബിഫോർ ലെഫ്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു ക്രോയ്സ് അല്ലെങ്കിൽ നാൽക്കവല, അവിടെയും ഈ സെയിം സൈൻ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും റൈറ്റ് ബിഫോർ ലെഫ്റ്റ് എന്ന റൂൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ എക്സാമിനർ നമ്മുടെ അടുത്ത് പറയുന്നു ഗരാഡെ ഹൗസ് അല്ലെങ്കിൽ ഗരാഡെ ഹൗസ് ഫാറൻ. നമ്മുടെ റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് പോകാൻ വേണ്ടി നിർത്തി കൊടുത്തു. ലെഫ്റ്റിലെ വണ്ടി നമുക്ക് വേണ്ടിയും നിർത്തി തന്നു ഇവിടെ. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ സൈഡിൽ കാറുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് ഒരു കാർ വരുന്നുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നിർത്തി കൊടുക്കണം. നിർത്തി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. എങ്കിൽ മാത്രമേ പുറകിൽ വരുന്ന വണ്ടിക്കാരന് അറിയത്തുള്ളൂ നമ്മൾ അവിടെ മുമ്പോട്ട് പോകാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണെന്ന്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകുന്ന വഴിയാണെങ്കിൽ പോലും നമുക്കാണ് ഫോർഫാർട്ട് അല്ലെങ്കിൽ മുൻഗണന എന്നുള്ള ഈ സൈൻ ബോർഡാണ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടി നമുക്ക് വേണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് തന്നു. ഇനി അങ്ങ് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ യെല്ലോ സൈൻ വെട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്കുള്ള ഫോർഫാർട്ട് തീർന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ റൈറ്റ് ബിഫോർ ലെഫ്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടി നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ലിങ്ക്സ് ഫാറൻ, അതായത് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇവിടുത്തെ സൈൻ ബോർഡ് അനുസരിച്ച് റൈറ്റ് ബിഫോർ ലെഫ്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് റൈറ്റിൽ നിന്ന് വണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് നേരെ പോകുന്നു. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ആ കാണുന്ന സൈൻ ബോർഡ് ശ്രദ്ധിച്ചോണേ. അത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വഴിയുടെ വീതി കുറയുന്നുണ്ട്. പക്ഷേ നമുക്കാണ് മുൻഗണന, അതുകൊണ്ട് ഈ വണ്ടിക്കാരൻ നമുക്ക് വേണ്ടി നിർത്തി തന്നേക്കുന്നു. നമുക്കാണ് മുൻഗണന എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മുൻപോട്ടുള്ള ആരോ വൈറ്റ് ആയിട്ട് കാണിച്ചേക്കുന്നത്. തിരിച്ച് ഇങ്ങോട്ടുള്ള ആരോ റെഡ് ആയിട്ടുമായിരുന്നു കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മളൊരു ക്രൈസ് അല്ലെങ്കിൽ റൗണ്ട് അബൌട്ടിലേക്ക് വരിക. ഇവിടെ റൗണ്ട് അബൌട്ടിൻ്റെ സൈൻ ബോർഡും അതുപോലെ തന്നെ ഗീവ് വേ സൈൻ ബോർഡും കാണാം. റൗണ്ട് അബൌട്ടിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. എന്നിട്ട് നമ്മൾ ഏത് എക്സിറ്റിലാണോ ഇറങ്ങേണ്ടത് അവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇറങ്ങുക. റൗണ്ട് അബൌട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാൻ പാടില്ല. പിന്നെ ചില സ്ഥലങ്ങളിലും അതുപോലെ സ്വിറ്റ്സർലൻഡ് പോലെ ചില രാജ്യങ്ങളിലും നമുക്ക് ഫസ്റ്റ് എക്സിറ്റിൽ കൂടിയാണ് പുറത്തിറങ്ങേണ്ടതെങ്കിൽ നമ്മൾ റൗണ്ട് അബൌട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇൻഡിക്കേറ്റർ ഇടാറുണ്ട്. മുമ്പേ പറഞ്ഞായിരുന്നു നമ്മുടെ എക്സാമിനർ നമ്മളോട് റെക്സ് ഫാറൻ അല്ലെങ്കിൽ ലിങ്ക്സ് ഫാറൻ എന്നൊക്കെ പറയത്തേ ഉള്ളെന്ന്. പക്ഷേ ചില എക്സാമിനേഴ്സ് ഒരു സ്ഥലം പറഞ്ഞിട്ട് ആ സ്ഥലത്തോട്ട് പോകാൻ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ലേറർ വണ്ടി ഓടിച്ച് പഠിച്ചിരുന്ന സമയത്ത് ഓൾറെഡി നമ്മളെ ആ സ്ഥലത്തിൽ കൂടെ എന്താണേലും കൊണ്ടുപോകും. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ റൂട്ട് ബൈസൈക്കിൾ റൂട്ടാണ്. പക്ഷേ ബ്രോക്കൺ വൈറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അതിലേക്ക് കയറ്റിയാലും കുഴപ്പമില്ല. ഇനി കാണുന്ന സീബ്ര ലൈന് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇവിടെ ആളുകൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിർത്തി കൊടുക്കണം. ഇങ്ങനെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റൗ വരുമ്പോൾ നമ്മൾ സീബ്ര ലൈനെ കയറ്റി ഒരിക്കലും ഹാൾട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ റൈറ്റിൽ നിന്നൊരു റോഡും ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള റോഡുകളും ഒഴിവാക്കി ഹാൾട്ട് ചെയ്യുക. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീണ്ടും റൗണ്ട് അബൌട്ട് വരുന്നു. നമുക്ക് ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് രണ്ടാമത്തെ എക്സിറ്റിൽ കൂടിയാണ് പോകേണ്ടത്, അതായത് സൈറ്റ് ഹൗസ് ഫാർട്ട്. ലെഫ്റ്റിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടോ നോക്കുന്നു. ലെഫ്റ്റിലെ വണ്ടി പോയി തീരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇനി റൗണ്ട് അബൌട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത് എൻട്രി ചെയ്യാനുള്ളവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എക്സിറ്റ് ചെയ്യുന്നു. ഈ റൗണ്ട് അബൌട്ടിലെയും അതുപോലെ തന്നെ റൈറ്റ് ബിഫോർ ലെഫ്റ്റ് റൂള് ഇത് രണ്ടുമാണ് നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു സംഗതി. കാരണം ഇവിടെ സിഗ്നൽസ് ഒഴിവാക്കാൻ വേണ്ടി മുട്ടിന് റൗണ്ട് അബൌട്ടാണ്. ഇതെൻ്റെ അടുത്ത റൗണ്ട് അബൌട്ട് വരുന്നു. ചില സിറ്റികളിലൊക്കെ 3-4 ലൈനൊക്കെയുള്ള റൗണ്ട് അബൌട്ടുകൾ കണ്ടിട്ടുണ്ട്.
എല്ലായിടത്തും നമ്മൾ ലൈൻ കീപ്പ് ചെയ്ത് സൈൻ ബോർഡ് നോക്കി ഓടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിഗ്നൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നേരെ അല്ലെങ്കിൽ റൈറ്റിലോട്ട് പോകാനുള്ള ഓപ്ഷനേ ഉള്ളൂ. റോഡിലത്തെ ആരോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു വൺ വേ ആണ്. എയിൻബാൻ സ്ട്രാസ എന്ന് റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇനി ഈ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ബസ്സിനും സൈക്കിളിനും പോകാൻ വേണ്ടി മാത്രമായിട്ടൊരു ലൈനുണ്ട്. ഇതൊരു സോളിഡ് ലൈനാണ്. ഇതിനകത്ത് നമുക്ക് കയറാനേ അവകാശമില്ല. പിന്നെ ചില സിറ്റികളിൽ അവധി ദിവസങ്ങളിൽ മാത്രം പ്രൈവറ്റ് വെഹിക്കിൾസിന് ഈ ലൈൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സോളിഡ് ലൈൻ മാറിയിട്ട് ബ്രോക്കൺ ലൈൻ ആവുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ട് റൈറ്റിലോട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സീബ്ര ലൈൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗീവ് വേയുടെ സൈനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആളുകൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ, ലെഫ്റ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി റൈറ്റിലോട്ട് പോകാം. ആക്ച്വലി ഇവിടുന്ന് എനിക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇവർ റൈറ്റ് സൈഡിൽ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, റൈറ്റിലോട്ട് മാത്രമേ പോകാവൂ. അതുപോലെ തന്നെ സോളിഡ് ലൈനും ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ റൗണ്ട് അബൌട്ടിൽ കയറി ചുറ്റിയേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കി റൗണ്ട് അബൌട്ടിലേക്ക് കയറുന്നു, കയറി ഒന്ന് ചുറ്റി തിരിച്ചു വരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ കുറേ നാൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് വണ്ടി ഓടിച്ചിട്ട് പിന്നെ ടെസ്റ്റിന് പോയവർക്ക് ഇങ്ങനത്തെ ചില അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. ഇനി നമ്മളൊരു പാർക്ക് ഹൗസിലേക്ക് കയറാൻ പോവാം. പാർക്ക് ഹൗസിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് ഈ പാർക്ക് ഹൗസിൻ്റെ ഹൈറ്റുമായിട്ട് പാസ് ആവുമോ നോക്കണം. ഇതുകൊണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2.1 എന്ന്. ഇവിടെ ഓക്കെയാണ്. പക്ഷേ ചില പഴയ പാർക്ക് ഹൗസുകളിലൊക്കെ ഹൈറ്റ് തീരെ കുറഞ്ഞതുണ്ട്. നമ്മുടെ വണ്ടി ഒരു ഹൈറ്റ് കൂടിയ വാനോ അല്ലെങ്കിൽ SUV ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്